വൈകിട്ടത്തെ വിശേഷങ്ങൾ ഒത്തിരി ഉണ്ട്. പേര് ചോദിക്കുന്നുണ്ട് ഇവിടെ വന്നതിന് ശേഷം എന്താ ഹേസൂട്ടിനെ കറി വരയ്ക്കാത്തത് എന്ന് വരച്ചിരിക്കുന്നത് ഗൈസ്. അപ്പോൾ കുളിപ്പിച്ചിട്ട് ഞാൻ ഹേസൂട്ടിനെ കറിയൊക്കെ വെച്ച് എങ്ങനെയുണ്ട് ഗൈസ്, സുന്ദരക്കുട്ടപ്പനായില്ലേ. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടോയ്സ് ഒക്കെ കൊടുത്ത് നൈസായിട്ട് ഞാൻ തുണിയിരിക്കാൻ പോയിട്ടോ. പക്ഷേ സമ്മതിക്കില്ല, ബംഗാളിൻ്റെ പുറകെ വരും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ എടുത്ത് കുറച്ച് നേരം കളിപ്പിച്ചു. ഇക്ക വന്നതിന് പിന്നാലെ എന്നെ 3 പേര് കൂടി സർപ്രൈസ് ആയിട്ട് വന്നു കേട്ടോ. മറ്റാരല്ല, നമ്മുടെ ഫാമിലിയെ പോലെ ഇക്ക നമ്മൾ വരുന്നതിന് മുമ്പ് എല്ലാവരും കൂടി നിൽക്കുന്ന ഒരു ബാച്ചിലേഴ്സ് റൂമിൽ 3 പേരാണ് കേട്ടോ. നമ്മുടെ ഇർഷാദക്ക, സനൽ, റോജി ബോയ്. സനൽ ഇപ്പോൾ നാട്ടിൽ പോയിട്ട് വന്നതേ ഉള്ളൂ കേട്ടോ. അനിയത്തിയുടെ കല്യാണത്തിന് പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ നാട്ടിൽ നിന്ന് കുറേ ഐറ്റംസ് ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. മെയിനായിട്ട് വന്ന കാര്യം ഹേസൂട്ടിന് ഒരു തൊട്ടിലിന് വേണ്ടിയിട്ടുള്ള റിംഗ് അടിക്കാനാണ് കേട്ടോ. അതുകൊണ്ട് പണി ആയിട്ടാണ് ഇവർ വന്നത്. ഇവിടെ വന്നതിന് ശേഷം ഹേസൂട്ടിനുള്ള മെയിൻ പ്രശ്നം ഉറക്കമായിരുന്നേ. ഉറക്കം ഒട്ടും ശരിയാവാണ്ട് പകലൊക്കെ ഭയങ്കര കരച്ചിലും വാശിയൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ആമസോണിൽ നിന്ന് തന്നെ ക്രാഡൽ സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഇവർക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ നീട്ടി പോയതാണ്. അവസാനം കഷ്ടപ്പെട്ട് ഒരു റിംഗ് അടിച്ചു കേട്ടോ. ആ ഒരു ടൈമിൽ ഭാഗ്യത്തിന് നല്ല ഉറക്കമായിരുന്നേ. ഹേസൂട്ടിന്റെ റൂമൊക്കെ അടച്ചിട്ടാണ് ഡ്രില്ലൊക്കെ ചെയ്തത്. നല്ല പൊടിയായിരുന്നു സംഭവം. അപ്പോൾ എനിക്കൊക്കെ നല്ല പണിയുണ്ടായിരുന്നു. അതിനുശേഷം ഞാനും ഇക്കായും തൂക്കലും തുടക്കലും ഒക്കെ പരിപാടിയൊക്കെ ആയിരുന്നു. അതിനുശേഷം വേഗം പോയി ഫ്രഷ് ആയിട്ടൊക്കെ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹേസൂട്ട് എഴുന്നേറ്റ്. അപ്പോൾ തന്നെ നമ്മൾ കാണിച്ചു കൊടുത്തു. അവൻ ഭയങ്കര സർപ്രൈസ് ആയിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെയൊക്കെ ഉദ്ഘാടിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് കിടത്തിയിറക്കാൻ അവൻ കിടക്കുന്നുണ്ടായിരുന്നില്ലേ. അപ്പോൾ നമ്മൾ വിചാരിച്ചു നല്ല പണി പാളിയാ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഇങ്ങനെ ചാടി ഇറങ്ങിയിട്ട് ദൂരെ നിന്ന് ഇങ്ങനെ തൊട്ടിൽ നോക്കുന്നുണ്ടായിരുന്നു. സംഭവം ഞാൻ നന്നായിട്ട് നോക്കട്ടെ അപ്പോൾ എന്നായിരിക്കും ഉദ്ദേശിച്ചത്. അവർക്ക് നമുക്ക് നല്ല പണി ഉണ്ടായിരുന്നെങ്കിലും ഹേസൂട്ടിന്റെ ആ ഒരു ചിരി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. എന്ത് സന്തോഷം കൂട്ടാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് ഒരു കവർ കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല നാട്ടിൽ പോയിട്ട് വന്നെന്ന് പറഞ്ഞത്. അപ്പോൾ ആൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ആ ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത്രയുള്ള ബൈ.